അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. പേരാമംഗലം മനപ്പടിയിൽ അമിത വേഗത്തിലെത്തിയ ചരക്ക് ലോറി ഇടിച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്നു വീണു. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വന്നിരുന്ന ചരക്ക് ലോറി മനപ്പടി സെന്ററിൽ വെച്ച് യു ടേൺ ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട് പിൻവശം ബസ് സ്റ്റോപ്പിലേക്ക് ശക്തമായി ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ വൻ ആഘാതത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ തൂണുകൾ തകർന്ന് മേൽക്കൂരയടക്കം നിലംപൊത്തി. അപകടമുണ്ടാക്കിയ ഉടൻ തന്നെ ലോറി ഡ്രൈവർ വാഹനം നിർത്താതെ അമിത വേഗതയിൽ ഓടിച്ചു പോവുകയായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുൻകൈയെടുത്ത് ജനങ്ങൾക്കായി സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ലോറി ഇടിച്ചു തകർത്തത്. രാവിലെ ആളുകൾ കുറവായ സമയത്താണ് അപകടം നടന്നത് എന്നതിനാൽ വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. മനപ്പടി പ്രദേശത്തെ നൂറുകണക്കിന് യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഏക ആശ്രയമായിരുന്നു തകർന്നു വീണ ഈ ബസ് സ്റ്റോപ്പ്. മഴക്കാലം ആരംഭിക്കാനിരിക്കെ ഏക ആശ്രയമായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്ത ലോറിയും ഡ്രൈവറെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് എത്രയും വേഗം കണ്ടെത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പോലീസിനോട് ആവശ്യപ്പെട്ടു. കാലത്ത് ഒരു 6 മണിക്ക് ശേഷമാണ് വലിയൊരു സൗണ്ട് കേട്ട് എല്ലാവരും ഓടി വന്നപ്പോഴാണ് ഇടിച്ചത്. ഒരു ലോറിയാണെന്നാണ് സംശയം. ലോറി നിർത്താതെ പോയി നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു. ആദ്യം കണ്ടത് സംഭവം ഉണ്ടായിരുന്നു. നിർത്താതെ ലോറി പോയി. You are watching VCV News.